തിരിച്ചു പോകാം. പേടിക്കാനൊന്നുമില്ല, നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് ഒന്നിച്ചു നിന്നാൽ മതി, ഒരു കുഴപ്പവുമില്ല. അയ്യോ, ഇവരിത് എവിടെ പോയി? റിയ, പിങ്കി, ചന്തു, നിങ്ങളിത് എവിടെയാ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കാറ് പോകുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പെൺപിള്ളേരെ മര്യാദയ്ക്ക് കൂടെ തന്നെ നിന്നോണം കേട്ടോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. അപ്പൊ പേടിയൊക്കെ ഉണ്ടല്ലേ രണ്ടാൾക്കും, പിന്നെ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറിയത്? ആ പേടിയുണ്ട്, പിന്നെ പേടിയില്ലാണ്ട് അറിയാത്തൊരു സ്ഥലത്ത് വരും പേടി ഉണ്ടാവത്തില്ലേ? തിരിഞ്ഞു നോക്കിയപ്പോ നിങ്ങളെ കണ്ടില്ല, പല്ലും കാണിച്ചോണ്ട് നിൽക്കുന്നു. മതി രണ്ടാളും അടിയുണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇതേ പിടിച്ച് കേറിക്കോണം. ഇവിടെ നിന്ന് വർത്താനം പറയാതെ വാ, നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഹായ്, ഒരു സോഫ. ഇനി ഒന്ന് ഇരുന്നിട്ടൊക്കെ നമുക്ക് തുടങ്ങാം യാത്ര. കുറെ കാലങ്ങളായും തോന്നും ഇത് നടക്കാൻ തുടങ്ങിയിട്ട്. കിളവാ, നിന്നെ കൊണ്ട് തോറ്റു. നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. അതെന്താ സൗണ്ട് കേൾക്കുന്നത്? എനിക്ക് പേടിയാവുന്നു. ആരാ ഡോർ അടച്ചത്? അത് വല്ല കാറ്റത്തും ഡോർ അടഞ്ഞതായിരിക്കും. നമ്മൾ കയറിയപ്പോൾ ഡോർ തുറന്നല്ലേ കയറിയത്, കാറ്റടിച്ച് ഡോർ അടഞ്ഞതായിരിക്കും. അല്ല ചേട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. എന്തോ പ്രശ്നമുണ്ട് ഈ വീടിന്. ചന്തു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അയ്യോ, അതെന്ത് സാധനമാ പറന്നു വരുന്നേ? അയ്യോ, തേണ്ട പോകുന്നത്. ഒന്നും മിണ്ടാതിരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, ഈ വീടിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. ചന്തു പറഞ്ഞത് ശരിയാ, നമ്മൾ പെട്ടു എന്നാ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. അപ്പോഴേ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞതാ ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ല. അതാ പറയുന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് കേൾക്കണം. നമുക്ക് ഇതുവഴി പോയി നോക്കാം. നമ്മൾ വന്ന വഴി കാണുന്നില്ലല്ലോ. ദേ ദേ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ അവിടെ. ആ പിള്ളേരെ ഓടിക്കോ ഓടിക്കോ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇത് പുറത്തോട്ടുള്ള വഴി കാണുന്നില്ലല്ലോ ചേട്ടാ, നമ്മൾ എങ്ങനെ പുറത്തെത്തും? നീ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ എന്തോ നിൽക്കുന്നു. അതെ, അത് നമ്മുടെ അടുത്തേക്ക് വരുവാണല്ലോ. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം. വാ, ഇറങ്ങ്, എളുപ്പം വാ. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടാണ്, പക്ഷെ ഇത് ഒരുപാട് മുറികളുണ്ടല്ലോ. ഇതിപ്പോ എങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്? വഴിയൊന്നും കാണുന്നില്ലല്ലോ ചേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ പെട്ടുവെന്നാ. നമുക്കിനി തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലേ? അയ്യോ, എനിക്ക് അമ്മയെ കാണണം, എനിക്ക് വയ്യ. നിങ്ങൾ ബഹളം വെക്കാതെ വാ, നമുക്ക് നോക്കാം. എങ്ങനെയായാലും നമുക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. ബാ, എൻ്റെ കൂടെ നടക്ക്. ബാ. ആ, നിന്റെ കൂടെ നടന്ന് അവസാനം ഇങ്ങനൊരു ഗതി ആയത്. നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി, നമുക്ക് അതുവഴി എളുപ്പം രക്ഷപ്പെടാം. ഒന്ന് എളുപ്പം നടക്കണ്ട പിങ്കി അങ്ങോട്ട്. നീ ഇതെന്ത് കാണിക്കുവാ? ഓ, രക്ഷപ്പെട്ടു. പേടിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇരുന്നിട്ടേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു അട്ടി നടക്കാൻ പറ്റത്തില്ല. എന്റെ ചേച്ചി, നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ പോകാൻ നോക്കാം. ഒന്ന് പോയേടി പെണ്ണേ, ഞാൻ എന്തായാലും ഇരുന്നിട്ടേ ഉള്ളൂ. പേടിച്ചിട്ട് എന്റെ മുട്ട് വിറയ്ക്കുന്നു. അയ്യോ, എൻ്റെ ഫോൺ കാണുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരാമോ? ആ വീടിനകത്ത് എൻ്റെ ഫോൺ വീണെന്ന് തോന്നുന്നു. ഒന്ന് വരാമോ പ്ലീസ്? ഒന്ന് പോയേടെ ചേട്ടാ, ഞങ്ങളാരും വരുന്നൊന്നുമില്ല. ആ ഫോൺ കളഞ്ഞേക്ക്, സാരമില്ല, നമുക്ക് വേറൊരെണ്ണം വാങ്ങിക്കാം. അങ്ങനെ പറയല്ലേ റീത്തു. എനിക്ക് ഈ വർഷത്തെ രണ്ടാമത്തെ ഫോൺ നിനക്കറിയാമല്ലോ. ആദ്യത്തെ ഫോണാണെങ്കിൽ ആ അപ്പു എടുത്ത് ക്ലോസറ്റിലിട്ടു. അതിനുശേഷം അച്ഛൻ്റെ കാലും കൈയും പിടിച്ച് വാങ്ങിച്ച ഫോണാ. എടി പ്ലീസ് ഡി, ഒന്ന് വാടി എൻ്റെ കൂടെ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞങ്ങളെല്ലാവരും വീണ്ടും ആ വീടിനുള്ളിലേക്ക് പോകുകയാണ്, ചേട്ടൻ്റെ ഫോൺ എടുക്കാനായിട്ട്. ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.